കണ്ണൂർ മൂക്കേരി സ്വദേശിയായ യുവാവിന്റെ വിദേശത്ത് വച്ചുണ്ടായ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും നോക്ക റൂട്ട്സ് വൈസ് ചെയർമാനും പരാതി നൽകി. 2025 ഫെബ്രുവരി 11 മൂക്കേരി വള്ളിയായി സ്വദേശി അനക് മരിച്ചത്. ദുബായിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അനകിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അനകിന്റെ അമ്മ വത്സലയും അച്ഛൻ വാസുവുമാണ് മുഖ്യമന്ത്രിക്കും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും പരാതി നൽകിയത്. മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് പരാതി. മകൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ഉടമകൾ ചതിയിൽപ്പെടുത്തിയതാണ് മാനസികമായി തകരാനും മരണത്തിനും കാരണമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. പിന്നെ ഒരു നിവൃത്തിയോനില്ല, ഓൻ ചെയ്തതോ എന്താണെന്നൊന്നും അറിയില്ല. ഇവരാപോലും ആദ്യം തന്നെ കണ്ടത് നിഷാദും ഡ്രൈവറും, റൂമിലൊരു ആൽഫ്രഡും അന്നുണ്ടായിരുന്നു. ഓൻ രാവിലെ ജോലിക്ക് പോയിനെ. പിന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷെഖിൻ ഷാ എന്ന് പറഞ്ഞാൽ ഓനും ആ റൂമിൽ ഉണ്ടായാലുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു മാസം മുമ്പ് ഓൻ റൂം മാറിയിനി. പക്ഷെ എല്ലാ സമയത്തും ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുക. മകന്റെ മരണത്തിന് ശേഷവും കമ്പനി ഉടമ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അനകിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കമ്പനി തയ്യാറാക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KV മുകുന്ദൻ ആവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ കേസിൽപ്പെടുത്തി ശിക്ഷിക്കുകയും പിന്നീട് അതിൻ്റെ ഓണറടക്കമുള്ള ആളുകൾ മാനസികമായി പീഡിപ്പിക്കുകയും കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കാതെ അതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മാത്രം രക്ഷിച്ചെടുത്ത് അനകിനെ കൊടുക്കുക ആണ് ചെയ്തതെന്നാണ് ഈ കുടുംബത്തിൻ്റെ പരാതി. 25 വയസ്സ് മാത്രം പ്രായമുള്ള മകന്റെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്താൻ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചാണ് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും പരാതി നൽകിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ.